സന്യസ്തർക്കും വൈദികർക്കും മതസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയില്ലെന്നും ഈ വിഭാഗത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നവരെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതേസമയം മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്ന സന്യസ്തർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മതസ്ഥാപനങ്ങളുടെ മന്ദിരങ്ങളിൽ താമസിക്കുന്ന സന്യസ്തർക്കും മതസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി നിവേദനങ്ങൾ സർക്കാരിന് ലഭിച്ചിരുന്നുവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സർക്കാർ ഇക്കാര്യം വ്യക്തമായി പരിശോധിച്ചതായും ഉത്തരവിൽ പറയുന്നു. അശരണർക്കും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർക്ക് ഇതിന് അർഹതയില്ലെന്നും ആയതിനാൽ മിഷണറികൾ, മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങളിൽ താമസിക്കുന്ന സന്യസ്തർ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയില്ലെന്നും ഇത്തരക്കാർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നതായി ഉത്തരവ് വ്യക്തമാക്കുന്നു. എന്നാൽ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്ന സന്യാസിമാർ, പുരോഹിതർ, വൈദികർ എന്നിവർക്ക് അവർ സേവനമനുഷ്ഠിക്കുന്ന മതസ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുൾപ്പെടെയുള്ള വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ അധികരിക്കാത്ത പക്ഷം മറ്റു മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു. 60 വയസ്സ് കഴിഞ്ഞ അർഹരായ എല്ലാ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർബന്ധമായും അനുവദിക്കണമെന്ന് നേരത്തെ നിയമസഭയിൽ ആവശ്യമുയർന്നിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ ഓരോ ഇന്ത്യൻ പൗരനും അർഹതയ്ക്കനുസരിച്ച് സാമൂഹ്യ പെൻഷനുകൾ ലഭിക്കുമ്പോൾ സന്യസ്തരും മതസ്ഥാപനങ്ങളിലെ അന്തേവാസികളും ഉൾപ്പെടെയുള്ളവരെ മാത്രം യാതൊരു പരിഗണനയും ലഭിക്കാതെ തഴയപ്പെടുന്നത് തീർത്തും അനീതിയാണെന്ന് അൻവർ സാദത്ത് MLA നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സഹായ പദ്ധതികളിൽ നിന്നും സന്യസ്തരും വൈദികരും ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കുന്നതായി വ്യാപക പരാതികൾക്കിടയിലാണ് സർക്കാർ ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത്. ഷെക്കേന ന്യൂസ്, തിരുവനന്തപുരം.